ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ സ്വാഗതം പറച്ചിലേ ഉള്ളൂ, നിങ്ങളാരും ക്ലാസ് വലുതായിട്ട് കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നിരാശപ്പെട്ട് പോകേണ്ടതാണ്. പക്ഷേ ഞാൻ നിരാശപ്പെടുന്നില്ല. ഈ കാണുന്ന കുറച്ച് പേരിൽ ആരോ ഇത് ആവശ്യമുള്ളവരുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആവേശത്തോടെ കാണുന്നില്ല, കാരണം ഇത് ഒരിക്കൽ നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ടായിരിക്കും കൂടുതൽ പേര് കാണാത്തത്. എനിക്കത് പ്രശ്നമേ അല്ല. എൻ്റെ ഈ ക്ലാസ് കാണാൻ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാകും. 2 100% എനിക്കറിയാം, എൻ്റെ ജീവിതകാലത്തിന് ശേഷം ഈ ക്ലാസ് കാണുന്ന ധാരാളം പേരുണ്ടാകും. അതിൽ ഒരാളെങ്കിലും ചിലപ്പോൾ പറഞ്ഞേക്കാം ഇത് ഉപയോഗപ്രദമായ ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് യാതൊരു നഷ്ടമുള്ള സംവിധാനമല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഇതെല്ലാവരും കാണില്ല. ഞാൻ പണ്ട് നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ ജീവിതം ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ ഞാൻ ഈ ക്ലാസ് എടുത്തേ പറ്റൂ, നിങ്ങൾ കാണാതിരുന്നേ പറ്റൂ. കാരണം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ളൊരു ക്ലാസ്സായി തോന്നിയേക്കാം. കാരണം ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് മൊത്തത്തിൽ നമ്മളെ ക്ലാസ് കണ്ടിട്ടില്ല, വേറെ ക്ലാസ്സുകളെല്ലാം കണ്ട് ഇംഗ്ലീഷെല്ലാം നന്നായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ ക്ലാസ് കാണുന്ന കുറച്ച് ആളുകൾ ചിലപ്പോൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ചില കുട്ടികളായിരിക്കും. അത് നിങ്ങളും പറയുകയാണ് ഇത് ഉപയോഗമല്ലെന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ് നിർത്തിയിട്ട് പോയേക്കാം. താല്പര്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾ എഴുതുക തന്നെ വേണം. ഏതായാലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആരെയും ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ശരി, ആസ് യൂഷ്വൽ പതിവ് പോലെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടിയാണ് ഈ ക്ലാസ് പോകുന്നത്. 1 KNOW നിങ്ങൾക്കറിയാമോ? നോക്കൂ, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. 2 WEAR വേർ. 3 WEEP. 4 MEET മീറ്റ്. 5 SHRINK ശൃംഗ്. 6 സ്വയം. SWEAR സ്വയം. എൻ്റെ ക്ലാസ് കൂടുതലും കാണുന്നത് നല്ല കാഴ്ചയില്ലാത്തവരാണ്. ഈ ശബ്ദം കേട്ടാണ്. അവർക്ക് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ ക്ലാസ് കാണുമെന്ന് എനിക്ക് സംശയമാണ്. നിങ്ങളെപ്പോലെ തന്നെ ആ ഗ്രൂപ്പിൽ അവർ പെടുമായിരുന്നു. ഏതായാലും എവിടെയോ ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ എൻ്റെ ഈ ക്ലാസ് കാണുന്നുവെങ്കിൽ നിങ്ങൾ 1 കോടി ആളുകൾ കാണുന്നതിനേക്കാളും എനിക്കിഷ്ടം ആ മനുഷ്യന് വേണ്ടി, ആ യുവാവിന് വേണ്ടി, ആ യുവതിക്ക് വേണ്ടി എൻ്റെ അല്പസമയം ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. ആര് കാണുന്നു കാണുന്നില്ല എന്നുള്ളത് എൻ്റെ പ്രശ്നമേ അല്ല. തലയിൽ വരെയുള്ളവൻ കാണും. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്കറിയാമല്ലോ, നോ അറിയുക. KNEW ന്യൂ അറിഞ്ഞു. നോൺ KNOWN നോൺ. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും. ന്യൂ ഡിഡ് അധികം നോ. നോ ന്യൂ നോൺ. വെയർ ധരിക്കുക. വെയർ WORE ഓർ WORN ഓൺ അറിയാമായിരുന്നു. വെയർ ഓർ ഓൺ. വീപ്പ് വിതുമ്പുക, കരയുക. വീപ്പ് വെപ്റ്റ് WEPT വെപ്റ്റ്. വീപ്പ് വെപ്റ്റ് വെപ്റ്റ്. മീറ്റ് കണ്ടുമുട്ടുക. കണ്ടുമുട്ടി എന്നുള്ളതിന് മെറ്റ് മെറ്റ്. മീറ്റ് കണ്ടുമുട്ടുന്നു, മെറ്റ് കണ്ടുമുട്ടി. ഇതാണ് ഡിഡ് അധികം മീറ്റ്. ശ്രിങ്ക് ചുരുങ്ങുന്നു. അതിൻ്റെ പാസ്റ്റൻസ് SHRANK ശ്രാങ്ക്. SHRANK ശ്രാങ്ക്. ശ്രങ്ക്. SHRUNK ശ്രങ്ക്. ശ്രിങ്ക്, ശ്രാങ്ക്, ശ്രങ്ക്. സ്വയർ പ്രതിജ്ഞ ഇടുക, പ്രതിജ്ഞ എടുക്കുക. SWORE സോർ. SWORN സോൺ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നു. നോക്കൂ. SWOR നോ ന്യൂ നോൺ. വെയർ വോർ വോൺ. വീപ്പ് വെപ്റ്റ് വെപ്റ്റ്. മീറ്റ് മെറ്റ് മെറ്റ്. ശ്രിങ്ക് ശ്രാങ്ക് ശ്രങ്ക്. ഈ ശ്രാങ്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ ഡിഡ് അധികം ശൃംഖാണെന്ന് വിചാരിച്ചോളണം. സോർ ഉണ്ടെങ്കിൽ ഡിഡ് അധികം സ്വയറാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതറിയാതെ നിങ്ങൾ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അഹങ്കാരമല്ലേ യഥാർത്ഥത്തിൽ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നവരാണെങ്കിൽ പറയുക, ചക്രവാണി സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുക. എൻ്റെ രോക്ഷമാണെന്ന് നിങ്ങൾ കരുതണ്ട. എനിക്ക് വിഷമിക്കേണ്ട കാര്യമല്ല. 70 വയസ്സ് കഴിഞ്ഞ എനിക്ക് ഒരു 500 ശ്രോതാക്കളെ കിട്ടിയാൽ അത് മഹാഭാഗ്യമല്ലേ യഥാർത്ഥത്തിൽ? അല്ലേ? ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്തത് SHUT ഷട്ട്. അടുത്തത് SHAKE ഷേക്ക്. അടുത്തത് SELL സെൽ. അടുത്ത WIN വിൻ. ഫോർസേക്ക്. FORSAKE ഫോർസേക്ക്. എല്ലാം അറിയാൻ നോക്കൂ എൻ്റെ സുഹൃത്തുക്കൾക്ക്. നന്നായിട്ട് അറിയാവുന്നവർ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വിട്ടോളൂ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ചിലർക്കൊക്കെ. ഷട്ട് അടയ്ക്കുക. പാസ്റ്റ് ടെൻസ് SHUT തന്നെ. ഷട്ട്. SHUT ഷട്ട്. കട്ട് കട്ട് കട്ട്. പുട്ട് പുട്ട് പുട്ട്. ഷേക്ക്. പാസ്റ്റ് ടെൻസ് SHOK ഷൂക്ക്. ഷേക്കൺ. SHAKEN ഷേക്കൺ. സെൽ വിൽക്കുക. സോൾഡ്. സോൾഡ്. ഈ സെല്ലിൻ്റെ നൗൺ ഫോമാണ് സെയിൽ. സെയിൽ. വിൻ വിജയിക്കുക. WON വൺ.
WON 1. വിൻ വിജയിക്കുക, വൺ വിജയിച്ചു. വിൻ വൺ വൺ. അടുത്ത് ഫോർസേക്ക് ഉപേക്ഷിക്കുക. ഫോർസേക്ക്, ഫോർസൂക്ക്, ഫോർസേക്കൺ. ഇത്രയുമാണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് പറയാനുള്ളത്. ഇത് ഇംഗ്ലീഷ് 2025 പാർട്ട് 4. പാർട്ട് 3 കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 4. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ ധാരണ. എന്നാലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇതെല്ലാം ഒരറ്റത്തുനിന്ന് കണ്ടാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ലെവലിലെത്താൻ കഴിയുമായിരിക്കണം എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് കുറേ ശൈലികളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. നമുക്കൊന്ന് നോക്കാം. പ്രസ്ഡ് ഫോർ ദ ടൈം. PRESSED, പ്രസ്ഡ് ഫോർ ദ ടൈം. അർത്ഥം അറിയാമെന്നുള്ളവർ പറയൂ. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. പ്രസ്ഡ് ഫോർ ദ ടൈം അർത്ഥം പറയൂ. എല്ലാം അറിയാമെന്നുള്ളോ? പ്രസ്ഡ് ഫോർ ദ ടൈം. പ്രസ്ഡ് ഫോർ ദ ടൈം എന്ന് പറഞ്ഞാൽ ഹാവ് നോ ടൈം. ഹാവ് നോ ടൈം. ഐ ആം പ്രസ്ഡ് ഫോർ ദ ടൈം. നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരികയാണ്. ഞാൻ പറയാം ഐ ആം പ്രസ്ഡ് ഫോർ ദ ടൈം. ഐ ഹാവ് നോ ടൈം ടു സ്പെയർ വിത്ത് യു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. ഐ ആം പ്രസ്ഡ് ഫോർ ദ ടൈം മീൻസ് ഹാവ് നോ ടൈം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മറ്റതിലേക്ക് പോകാം. എ ക്ലോസ് ഷേവ്. എ ക്ലോസ് ഷേവ്. ഇറ്റ് വാസ് എ ക്ലോസ് ഷേവ്. ഈ ക്ലോസ് ഷേവിൻ്റെ അർത്ഥം എ നാരോ എസ്കേപ്പ് എന്നാണ്. എ നാരോ എസ്കേപ്പ്. നാരോ അതിൻ്റെ ഓപ്പോസിറ്റാണ് വൈഡ്. അപ്പോൾ എ ക്ലോസ് ഷേവ് മീൻസ് എ നാരോ എസ്കേപ്പ്, കഷ്ടിച്ചൊരു രക്ഷപ്പെടൽ. പ്രസ്ഡ് ഫോർ ദ ടൈം, ഹാവ് നോ ടൈം. എ ക്ലോസ് ഷേവ് മീൻസ് എ നാരോ എസ്കേപ്പ്. ഇറ്റ് വാസ് എ ക്ലോസ് ഷേവ്, എ നാരോ എസ്കേപ്പ്. നമ്മൾ ഈ വക കാര്യങ്ങൾ കുറച്ച് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. പരീക്ഷ എഴുതണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം. ശരി, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. RAINING. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്താണ് അതിൻ്റെ അർത്ഥം? റെയിനിങ് വെരി ഹെവിലി. RAINING. റെയിനിങ് വെരി ഹെവിലി. റെയിനിങ് വെരി ഹെവിലി. റെയിനിങ് വെരി ഹെവിലി. അതാണ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ. ടു BUILD. ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ. BUILD ബിൽഡ്, നിർമ്മിക്കുക. കാസ്റ്റിൽ കൊട്ടാരം, ഇൻ ദ എയർ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡേ ഡ്രീമിങ്, ദിവാസ്വപ്നം കാണുക. ഡേ DREAMING. ഡേ ഡ്രീമിങ്, ദിവാസ്വപ്നം കാണുക. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ മീൻസ് ഡേ ഡ്രീമിങ്. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് മീൻസ് റെയിനിങ് വെരി ഹെവിലി. റെയിനിങ് വെരി ഹെവിലി. കുറേശ്ശെ പഠിക്കുക. ഒരു ചെറിയ തുണ്ട് പേപ്പറാക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നടന്ന് പഠിക്കുക. ഇവിടെ BUILD ബിൽഡ്. എല്ലാവരും ബോർഡിലേക്ക് വരൂ. ബിൽഡ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ് ഞാൻ പറയുന്നത്. BUILD ബിൽഡ്. പാസ്റ്റ് ടെൻസ് BUILT. ബിൽറ്റ്. BUILT ബിൽറ്റ്. ബിൽറ്റ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹി BUILT ബിൽറ്റ് എ ഹൗസ്. ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ? ഡിഡിൻറ്റ് ഹി. ബിൽറ്റ്. ഡിഡ് അധികം ബിൽഡാണ്. BUILT ബിൽറ്റ്. അപ്പോൾ ഈ ബിൽറ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. ഇതിൻ്റെ ഡിഡിൻറ്റ് ഹി ആണ്. അപ്പോൾ ബിൽഡ്, ബിൽറ്റ്. ബിൽഡ് നിർമ്മിക്കുക, ബിൽറ്റ് നിർമ്മിച്ചു. ബിൽഡ് നിർമ്മിക്കുക, ബിൽറ്റ് നിർമ്മിച്ചു. നമുക്കത് ഞാൻ സന്ദർഭവശാൽ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. വീണ്ടും ബോർഡിലേക്ക് വരിക. അടുത്തത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അർത്ഥം? ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ടു റൈറ്റ് ഡൗൺ, എഴുതിയെടുക്കുക. ടു റൈറ്റ് ഡൗൺ, എഴുതിയെടുക്കുക. അടുത്തത് ലൈക്ക് എ ഡോഗ് വിത്ത് 2 tails. ലൈക്ക് എ ഡോഗ് വിത്ത് 2 tails. TAILS tails എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി. ഹാപ്പി അങ്ങേറ്റം സന്തോഷമുള്ള. എ പേഴ്സൺ ഹൂ ഈസ് എക്സ്ട്രീംലി ഡിലൈറ്റഡ്. അതാണ് ലൈക്ക് എ ഡോഗ് വിത്ത് 2 tails എന്നുള്ളതിൻ്റെ അർത്ഥം. വളരെയധികം സന്തോഷമുള്ള എന്നുള്ള അർത്ഥം. നമുക്ക് 1-2 കൂടി നോക്കാം. കൂടുതൽ എഴുതുന്നില്ല. എല്ലാം കൂടി എഴുതിയാൽ നിങ്ങൾ പഠിക്കില്ല. ഇന്ന് കിട്ടിയത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. പാർട്ട് 4 പഠിച്ചു തീർക്കുക. അടുത്തത് എ ടാൾ സ്റ്റോറി. എ ടാൾ
സ്റ്റോറി. അറിയാമോ എ ടോൾ സ്റ്റോറി? അൺബിലീവബിൾ സ്റ്റോറി. അൺബിലീവബിൾ സ്റ്റോറി, അവിശ്വസനീയമായ കഥ. എ ടോൾ സ്റ്റോറി. ഇറ്റ് വാസ് എ ടോൾ സ്റ്റോറി. അൺബിലീവബിൾ, വിശ്വസിക്കാൻ കഴിയാത്ത സ്റ്റോറി, അൺബിലീവബിൾ സ്റ്റോറി. അടുത്തത് ഓൺ ക്ലൗഡ് 9. ഓൺ CLOUD, ക്ലൗഡ് 9. ഓൺ ക്ലൗഡ് 9. ഓൺ ക്ലൗഡ് 9 എക്സ്ട്രീംലി ഹാപ്പി, അങ്ങേയറ്റ സന്തോഷം. എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി ഓൺ ക്ലൗഡ് 9. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെറുതായിട്ട് പറയുന്നത്. പ്രശ്നം ഫോർ ദ ടൈം, ഹാവ് നോ ടൈം, എ ക്ലോസ് ഷേവ്, എ നാരോ എസ്കേപ്പ്, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, റെയിനിങ് വെരി ഹെവിലി, ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ, ഡേ ഡ്രീമിങ്, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, to write down, like a dog with 2 tails, a person who is extremely delighted, a tall story, unbelievable story, on cloud 9, extremely happy. അടുത്തത് തനാട്ടോഫോബിയ. തനാട്ടോഫോബിയ നമ്മൾ കഴിഞ്ഞേരം പഠിച്ചതാണ്. അതിൻ്റെ അർത്ഥം ഫിയർ ഓഫ് ഡെത്ത്. ഞാൻ റിപ്പറ്റീഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. തനാട്ടോഫോബിയ, ഫിയർ ഓഫ് ഡെത്ത്. അടുത്തത് എ ബിഗ് ചീസ്, ഈസ് എ ബിഗ് ചീസ്, ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്. എ ബിഗ് ചീസ്, CHEESE. അടുത്തത് സ്ട്രെയിറ്റ് ആരോ, ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ, ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ഇത്രയുമാണ് ഈ ഭാഗത്ത് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചില ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, PSCക്ക് ഇപ്പോൾ ചോദിച്ചതാണ്. കമല ലവ്സ് മിനി. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. ഇതാണ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇത് കർത്തരി പ്രയോഗമാണ്. കമല സബ്ജക്റ്റ്, കർത്താവ്, കർത്താവ്. ലവ്സ് വെർബ് അല്ലെങ്കിൽ ക്രിയ. മിനി ഓബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം, ഓബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. കമല ലവ്സ് മിനി എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ്. ഇതിൻ്റെ പാസീവ് വോയിസ് എഴുതണം. കമല മിനിയെ സ്നേഹിക്കുന്നു, മിനി കമലയാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം മിനിയെ കൊണ്ടുവരാം. മിനിയെ കർത്താവിൻ്റെ സ്ഥാനത്ത് കർമ്മത്തെ കൊണ്ടുവന്നു മിനി. അടുത്ത് മിനിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ ഈ ലവ്സ് എന്ന് പറയുന്നത് ലവ്സ് ഈസ് ആറാം, ലൗഡ് വോസ് വെയർ. ഈ മിനി കഴിഞ്ഞാൽ ഉടൻ ഈസ് ആറാം വോസ് വെയർ ഒരെണ്ണം എഴുതണം. അതുകൊണ്ട് ഞാനിവിടെ ഈസ് എഴുതി. എന്തുകൊണ്ട്? ലവ്സ് ആയതുകൊണ്ട്. മിനി ഈസ് ലൗഡ് ബൈ കമല. പണ്ടത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്ക് ഇത് വളരെ നിസ്സാരമായി തോന്നിയേക്കാം. അതേസമയം കമല ലൗഡ് മിനി ആണെങ്കിൽ മിനി വോസ് ലൗഡ് ബൈ കമല. കമല വിൽ ലവ് മിനി ആണെങ്കിൽ മിനി വിൽ ബി ലൗഡ് ബൈ കമല. ഇതെല്ലാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അതെങ്ങനെയാണ് കർത്താവിൻ്റെ സ്ഥാനത്ത് കർമ്മത്തെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ഈ സാറാം വോസ് വെയർ ഒരെണ്ണം എഴുതണം. അത് എങ്ങനെ എഴുതുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർബിൻ്റെ ആദ്യത്തെ വരി പ്ലേ പ്ലേസ് ആണെങ്കിൽ ഈ സാറാം, പ്ലൈഡ് ആണെങ്കിൽ വോസ് വെയർ. ഈസ് പ്ലേയിങ്, ഈസ് ബീയിങ് പ്ലൈഡ്. ഹാസ് പ്ലൈഡ്, ഹാസ് ബീൻ പ്ലൈഡ്. പ്ലൈഡ്, വോസ് പ്ലൈഡ്. വോസ് പ്ലേയിങ്, വോസ് ബീയിങ് പ്ലൈഡ്. ഹാർഡ് പ്ലൈഡ്, ഹാർഡ് ബീൻ പ്ലൈഡ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് ഐ ഏറ്റ് എ ബനാന. ഇപ്പോൾ PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഐ ഏറ്റ് BANA ബനാന. ഐ ഏറ്റ് എ ബനാന. ഇത് എഴുതണമെങ്കിൽ ഇത് ഐ കർത്താവ്, ഇത് വെർബ്, എ ബനാനയാണ് ഇതിലെ കർമ്മ. കർത്താവ്, കർമ്മം, ക്രിയ. ഇതിപ്പോൾ കർത്താവിനാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിൻ്റെ പാസീവ് വോയിസ് എഴുതണം. ഐയുടെ സ്ഥാനത്ത് എ ബനാന എന്ന് പറയുന്ന കർമ്മത്തെ കൊണ്ടുവരണം. കർമ്മത്തെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ഈ സാറാം വോസ് വെയർ ഒരെണ്ണം എഴുതണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി. ഏറ്റ് ഈറ്റൺ. അപ്പോൾ ഏറ്റ് രണ്ടാമത്തെ വരിയാണ്. അപ്പോൾ വോസ് വെയർ. ആദ്യത്തെ വരിയാണെങ്കിൽ ഈ സാറാം. അപ്പോൾ ഇനി ഞാൻ എ ബനാന ആദ്യം കൊണ്ടുവന്നു. എ ബനാന വന്ന ഉടൻ ഈ സാറാം വോസ് വെയർ ഒരെണ്ണം. ഏറ്റ് ആയതുകൊണ്ട് രണ്ടാമത്തെ വരി. എ ബനാന വോസ് ഈറ്റൺ ബൈ മീ. എ ബനാന വോസ് ഈറ്റൺ ബൈ മീ. എല്ലാവർക്കും മനസ്സിലായോ? എ ബനാന വോസ് ഈറ്റൺ ബൈ മീ. ഈറ്റൺ ഇത് അറിയാമെങ്കിൽ ഇത് എഴുതാൻ പറ്റുള്ളൂ. അതിൽ സംശയം വേണ്ട. കർത്താവിൻ്റെ സ്ഥാനത്ത് കർമ്മത്തെ കൊണ്ടുവന്നാലുടൻ ഈ സാറാം വോസ് വെയർ ഒരെണ്ണം എഴുതണം. കൗ ഈസ് ഗ്രാസ്, ഗ്രാസ് ഈസ് ഈറ്റൺ ബൈ കൗ. കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്, ഗ്രാസ് ഈസ് ബീയിങ് ഈറ്റൺ ബൈ കൗ. കൗ ഹാസ് ഈറ്റൺ ഗ്രാസ്, ഗ്രാസ് ഹാസ് ബീൻ ഈറ്റൺ ബൈ കൗ. കൗ ഏറ്റ് ഗ്രാസ്, ഗ്രാസ് വാസ് ഈറ്റൺ ബൈ കൗ. കൗ വാസ് ഈറ്റിംഗ് ഗ്രാസ്, ഗ്രാസ് വാസ് ബീയിങ് ഈറ്റൺ ബൈ കൗ. കൗ ഹാഡ് ഈറ്റൺ ഗ്രാസ്, ഗ്രാസ് ഹാഡ് ബീൻ ഈറ്റൺ ബൈ കൗ. കൗ വിൽ ഈറ്റ് ഗ്രാസ്, ഗ്രാസ് വിൽ ബി ഈറ്റൺ ബൈ കൗ. ഇതൊക്കെ ആദ്യമേ പറഞ്ഞു തന്നതാണ്. അടുത്ത ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. നിങ്ങൾ എഴുതാൻ പറ്റുമെന്ന് നോക്കൂ. ഹി issued the orders. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഹി ആണ് കർത്താവ്. ഞാനിത് എപ്പോഴും പറയുകയാണ്, കർത്താവ്. ഇതാണ് സബ്ജക്റ്റ്. അപ്പോൾ കർത്താവിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇത് കർത്തരി പ്രയോഗമാണ്. ഇത് ആക്റ്റീവ് വോയിസ് ആണ് കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പാസീവ് വോയിസ് ആണ് എഴുതാനുള്ളത്.
ഇഷ്യൂഡ് എവിടെ നിന്ന് കിട്ടി? ഇഷ്യൂഡ് രണ്ടാമത്തെ വരി. അപ്പോൾ വാസ് വെയർ. ഇനി ദ ഓർഡേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിലെ കർമ്മം അല്ലെങ്കിൽ ഓബ്ജക്റ്റ്. ഇത് ബഹുവചനമാണ്. ഇത് ബഹുവചനമായതുകൊണ്ട് ഈ വാസ് വെയറിൽ വേറെ വരുള്ളൂ. വാസ് വെയർ. അപ്പോൾ ദ ഓർഡേഴ്സിനെ ആദ്യം കൊണ്ടുവന്നു. ദ ഓർഡേഴ്സ് വേർ ഇഷ്യൂഡ് ബൈ ഹിം. ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം. കിട്ടിയോ? ദ ഓർഡേഴ്സ് വെയർ ഇഷ്യൂഡ് ബൈ ഹിം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. someone has locked the room. എഴുതാൻ പറ്റുമോ നോക്കൂ. someone has locked the room. ഇതിൽ someone ആണ് ഇതിലെ കർത്താവ്. ഹാസ് ലോക്ക്ഡ്. ഈ ഹാസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അടുത്തത് ദ റൂം ആണ് ഇതിലെ കർമ്മം. നമുക്ക് ദ റൂമിനെ ആദ്യം കൊണ്ടുവരാം. റൂമിനെ കൊണ്ടുവന്നു. ഞാൻ ആദ്യം ഹാസ് ലോക്ക്ഡ് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിൻ്റെ കൂടെ ബീൻ ചേർക്കണം. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ ലോക്ക്ഡ് പെർഫെക്റ്റിൻ്റെ കൂടെ ബീൻ ചേർക്കണം. അപ്പോൾ ദ റൂം ഹാസ് ബീൻ ലോക്ക്ഡ് ബൈ സമ്മൺ. അടുത്തത് ഐ റെഡ് 2 books ലാസ്റ്റ് മന്ത്. ഐ റെഡ് 2 books ലാസ്റ്റ് മന്ത്. ഐ റെഡ് ഈ ലാസ്റ്റ് മന്ത് വന്നതുകൊണ്ട് ഇത് റെഡ് എന്ന് തന്നെ വായിക്കണം. റീഡ് റെഡാണ്. READ റീഡ് റെഡ് രണ്ടാമത്തെ വരി. ഇത് രണ്ടാമത്തെ വരി എന്ന് മനസ്സിലായത് ലാസ്റ്റ് മന്ത് വന്നതുകൊണ്ട് വെർബിൻ്റെ രണ്ടാമത്തെ വരി. റീഡ് റെഡ്. ഐ റെഡ് 2 books ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞാൻ 2 ബുക്കുകൾ വായിച്ചു. റീഡ് വായിക്കുന്നു, റെഡ് വായിച്ചു. റീഡിങ് ഹാബിറ്റ്. റീഡിങ് വീക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ജൂൺ 19 മുതൽ 25 വരെ റീഡിങ് വീക്കാണ്. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഐ റെഡ് 2 books ലാസ്റ്റ് മന്ത്. അപ്പോൾ ഇവിടെ 2 books ആണ് ഇതിലെ കർമ്മം. ഐ റെഡ് ഞാൻ വായിച്ചു. എന്ത് വായിച്ചു? ആരെ വായിച്ചു? ഉത്തരം കിട്ടി 2 books. അതുകൊണ്ട് 2 booksനെ ആദ്യം കൊണ്ടുവന്നു. 2 books. ഇവിടെ റെഡ് രണ്ടാമത്തെ വരി ആയതുകൊണ്ട് വാസ് വെയർ. അപ്പോൾ 2 books were READ റെഡ് ബൈ മീ ലാസ്റ്റ് മന്ത്. 2 books were read by me ലാസ്റ്റ് മന്ത്. കിട്ടിയോ നിങ്ങൾക്കിത്? കിട്ടിയോ? ഈ റീഡ് റെഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സംശയവും വേണ്ട. റീഡ് റെഡ്. ഇങ്ങോട്ട് എല്ലാവരും ബോർഡിലേക്ക് വരൂ. ഇങ്ങോട്ട് നോക്കൂ. ഐ റീഡ് ഞാൻ വായിക്കുന്നു. ദേ റീഡ് അവർ വായിക്കുന്നു. ഹീ READ എങ്ങനെ വായിക്കും? അവൻ വായിക്കുന്നു എന്നുള്ളതിന് ഹീ റീഡ്സ് ആണ്. ഇത് ഹീ റെഡ് എന്ന് വേണം വായിക്കാനുള്ളത്. ഹീ റെഡ് അവൻ വായിച്ചു. അവൻ വായിക്കുന്നു എന്നുള്ളതിന് ഹീ READS റീഡ്സ് അവൻ വായിക്കുന്നു. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എവരി മോർണിംഗ്. റീഡ്സ് വായിക്കുന്നു, റെഡ് വായിച്ചു. റീഡ് റെഡ്. ഈ റെഡ് പാസൻസ് ആണെങ്കിൽ ഡിഡ് അതിങ്ങനെ റീഡാണെന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഈ റീഡ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. തെറ്റിക്കാൻ പറ്റിയൊരു വാക്കാണ് ഈ റീഡ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. റീഡ് റെഡ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലെയും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചില ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഡിഡ് യു ഡു ഇറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഡിഡ് വന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വാസ് വെയർ. ഡസ് വന്നാൽ ഈസാറാം. ഡിഡ് യു ഡു ഇറ്റ് ഇത് നിങ്ങൾ ചെയ്തോ, ഇത് നിങ്ങളാൽ ചെയ്യപ്പെട്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഡിഡിന് പകരം ഇറ്റ് ഏകവചനമാണ്. ഇറ്റിൻ്റെ കൂടെ ഈസേ വരുള്ളൂ, ഓസേ വരുള്ളൂ. ഇറ്റ് ഹാസേ വരുള്ളൂ. ഇറ്റ് ഏകവചനമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഡിഡിന് പകരം വാസ് എഴുതി. വാസ് ഇറ്റ് ഡൺ ബൈ യു. എവിടെ നിന്ന് ഡൺ കിട്ടി? ഡു ഡിഡ് ഡൺ. പാസീവ് വോയിസിൽ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളെ ചേർക്കുള്ളൂ. വാസ് ഇറ്റ് ഡൺ ബൈ യു ഇത് നിങ്ങളാൽ ചെയ്യപ്പെട്ടോ. വാസ് ഇറ്റ്. അപ്പോൾ ഡിഡ് വന്നാൽ വാസ് വേറും ആദ്യം എഴുതണമെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഡിഡ് വന്നാൽ ഓർമ്മയുണ്ടോ? ദ ടീച്ചർ ഗേവ് ഹിം എ പീസ് ഓഫ് അഡ്വൈസ്. ദ ടീച്ചർ ഗേവ് ഹിം a PIECE piece of advice. The teacher gave him a piece of advice. The teacher ആണ് ഇതിലെ കർത്താവ്. വെർബ് ഗേവ്. ഹിം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്.
എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ദ ടീച്ചർ ഗേവ്, ടീച്ചർ കൊടുത്തു. എന്ത് കൊടുത്തു? എ പീസ് ഓഫ് അഡ്വൈസ്. ആർക്ക് കൊടുത്തു? അവന് കൊടുത്തു. അപ്പോൾ ഹിം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്, ഇൻഡിർ ഒബ്ജക്റ്റ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ടീച്ചർ ഗേവ്, ഇവിടെ ഗീവ് ഗേവ് ഗിവൺ എന്ന് ആദ്യം പറഞ്ഞിരിക്കണം. ഗീവ് ഗേവ് ഗിവൺ, ഗേവ് രണ്ടാമത്തെ ഒരു വാസ് വെയർ. ദ ടീച്ചർ ഗേവ് ഹിം എ പീസ് ഓഫ് അഡ്വൈസ്, ADVICE, അഡ്വൈസ്. അഡ്വൈസസ് എന്ന് ഇംഗ്ലീഷ് പറയില്ല, പീസ് ഓഫ് അഡ്വൈസ് എന്നേ പറയൂ. ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല, ലഗേജസ് എന്ന് പറയില്ല, ഇൻഫർമേഷൻസ് എന്ന് പറയില്ല, മെഷീനറീസ് എന്ന് പറയില്ല, റിട്ടേൺഡ് ബാക്ക് എന്ന് പറയില്ല, ഡിസ്കസ്ഡ് അബൌട്ട് എന്ന് പറയില്ല, ഹെയേഴ്സ് എന്ന് പറയില്ല, കസിൻ ബ്രദർ എന്ന് പറയില്ല, കസിൻ സിസ്റ്റർ എന്ന് പറയില്ല. ഇവ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പല പ്രാവശ്യം നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഹിം, അതിൻ്റെ സബ്ജക്റ്റീവ് ഫോമാണ് ഹി. ഹി കൊണ്ട് വാക്യം തുടങ്ങും. അപ്പോൾ ഹി കഴിഞ്ഞാൽ ഉടൻ ഗേവ് രണ്ടാമത്തെ വരി ആയതുകൊണ്ട് വാസ് വെയർ. അപ്പോൾ ഹി വാസ് ഗിവൺ, ഹി വാസ് ഗിവൺ എന്താണ്? ഹി വാസ് ഗിവൺ ബൈ ദ ടീച്ചർ എ പീസ് ഓഫ് അഡ്വൈസ്. ഹി വാസ് ഗിവൺ എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് എഴുതിയാലും മതി. ഹി വാസ് ഗിവൺ എ പീസ് ഓഫ് അഡ്വൈസ് ബൈ ദ ടീച്ചർ. ഹി വാസ് ഗിവൺ എ പീസ് ഓഫ് അഡ്വൈസ് ബൈ ദ ടീച്ചർ, ബൈ ദ ടീച്ചർ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് ചില സ്പെല്ലിങ്ങുകൾ നോക്കാം. സ്പെല്ലിംഗ്, എല്ലാവരും ബുക്ക് എടുക്കൂ, എല്ലാവരും ബുക്ക് എടുക്കൂ. ബുക്ക് എടുത്തോ? ബുക്കും പേനയും എടുക്കൂ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ എഴുതൂ. എത്ര എണ്ണം ശരിയായെന്ന് കമൻറ്റ് ചെയ്യൂ. കുറച്ചുപേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? ശരി, എഴുതാൻ റെഡിയാണല്ലോ? ബുക്ക് എടുത്തോ? കാസർഗോഡ്, കണ്ണൂർ, ബുക്ക് എടുത്തോ? യെസ്. ആദ്യത്തെ വാക്ക് എൻസൈക്ലോപീഡിയ. ഇംഗ്ലീഷ് എഴുതാനാണ്. എൻസൈക്ലോപീഡിയ. എടോ, ഇത് ഗുണം ചെയ്യും. ചക്രവാണി സാറ് ഉള്ളിൽ തട്ടി പറഞ്ഞിരിക്കുകയാണ്, ഇത് ഗുണം ചെയ്യും തീർച്ചയാണ്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഗൈഡിൻ്റെയും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നതിലൊക്കെ കുട്ടികൾ, ഏകദേശം പകുതി കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ ജയിച്ച് കയറി എന്നുള്ളത് സത്യമാണ്. ഇത് കൊട്ടിക്കോക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. താല്പര്യമുള്ളവരത് അറിയുക, പഠിക്കുക. എൻസൈക്ലോപീഡിയ. അടുത്ത ഡിക്ഷണറി എഴുതൂ. ഡിക്ഷണറി, ഡിക്ഷണറി. ഇത് രണ്ടും എഴുതിയ സ്ഥിതിക്ക് നമുക്കൊരു ഓംലെറ്റ് കഴിച്ചാൽ എന്താ? ഓംലെറ്റ് എഴുതും. ഓംലെറ്റ്. അടുത്തത് സഹോദരങ്ങൾ എന്നുള്ള സിബ്ലിങ്സ്. സിബ്ലിങ്സ്, സിബ്ലിങ്സ്. സന്താനം എന്നുള്ള ഓഫ് സ്പ്രിങ്, ഓഫ് സ്പ്രിങ്. അടുത്ത അക്കോമഡേഷൻ, അക്കോമഡേഷൻ എഴുതിയോ? പ്ലാനറ്റ് എഴുതിയാടോ? പ്ലാനറ്റ്. കൺവീനർ. ഇതൊന്നും എഴുതിയില്ലെങ്കിൽ ഞാൻ ഗറില്ല ഇറക്കും. ഗറില്ല, ഗറില്ല. തെറ്റാണെങ്കിൽ ഗറില്ല വരും. ഗറില്ല. അപ്പോളോ. ഈ ക്ലാസ് കാണാത്ത കുട്ടികളടുത്തൊന്ന് ചോദിച്ചു നോക്കുക, ഇതൊക്കെ അറിയാമോ? അപ്പോളോ. അടുത്തത് അപ്പാർട്ട്മെൻറ്റ്. അടുത്ത മംഗൂസ്. കീരി, മംഗൂസ്. അടുത്തത് പ്രിംറോസ്. പ്രിംറോസ് ഒരിനം ചെടിയാണ്. പ്രിംറോസ് ഒരിനം ചെടിയാണ്. PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡു യു ഹാവ് അഹങ്കാരം? എന്തൊക്കെയാണ് വിളിച്ച് പറയണല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പം ഹോമിയോപ്പതി മരുന്ന് കഴിക്കാം. ഹോമിയോപ്പതി, ഹോമിയോപ്പതി. ഈ ഹോമിയോപ്പതി PSCക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവ് ഹാനിമാനെ കുറിച്ചല്ല ചോദിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ പോപ്പുലറൈസ് ചെയ്ത വൈദ്യശാസ്ത്ര വിഭാഗം ഏത്? ഹോമിയോപ്പതി. PSC 1 മാർക്ക്. PSC 1 മാർക്ക്. അടുത്ത് ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ കുസൃതി നിറഞ്ഞിരുന്നാൽ പോരാ. മിസ്സിവിയസ്, കുസൃതിയുള്ള. മിസ്സിവിയസ്. പഠിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി പഠിക്കണം. പ്രിസിഷൻ, പ്രിസിഷൻ. നിങ്ങളിൽ പലരും ഇറസ്പോൺസിബിളാണ്. ഇറസ്പോൺസിബിൾ വാക്കെഴുതാൻ. ഇറസ്പോൺസിബിൾ. അടുത്തതേ, നമുക്ക് ഒരു നഴ്സറി തുടങ്ങിയാൽ എന്താ? ഇതിനേക്കാളും നല്ലത് ചക്രവാണി സാറിന് നഴ്സറി തുടങ്ങുന്നതാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഈ വർഷം കഴിഞ്ഞിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് തുടങ്ങിയാൽ എന്തെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഈ ലോകം മുഴുവൻ അവരെ മുമ്പിലൊന്ന് വരച്ച് കാണിക്കാൻ, എനിക്കറിയാവുന്നുള്ള മാക്സിമം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് മടങ്ങാൻ കൊച്ചു കുട്ടികളെ പണ്ട് കൊച്ചു കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നഴ്സറി എഴുതി കാണും. ഇനി നമുക്ക് ഈ എഴുതിയ വാക്കുകളിലേക്ക്, പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. എല്ലാം നിങ്ങൾക്ക് ശരിയായി കാണുമെന്നുള്ള ഉറപ്പാണല്ലോ. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ കാണാത്തത്. എൻസൈക്ലോപീഡിയ. ENCYCLOPEDIA.
PAEDIA എൻസൈക്ലോപീഡിയ. കറക്റ്റാണോ നോക്കും. ENCYCLOPAEDIA എൻസൈക്ലോപീഡിയ. തെറ്റാണെങ്കിൽ എഴുതുക. സാറേ തെറ്റിപ്പോയി, എൻ്റെ അഹങ്കാരങ്ങളെല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, എല്ലാം അറിയാമെന്ന് പറഞ്ഞേ ഇരിക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പറ്റില്ല. നിങ്ങൾ ടെസ്റ്റുകൾ വായിക്കുക. 10ാം ക്ലാസ്സിലെ പുസ്തകം ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ പുസ്തകമാണ്. ഒരു 1-1.5 ആഴ്ചയായിട്ടുള്ളൂ. 9ാം ക്ലാസ് അടച്ചപ്പോൾ തന്നെ 10ാം ക്ലാസ്സിലെ പുസ്തകം കൊടുത്തു. ഗവൺമെൻറ്റിന് കൺഗ്രാജുലേഷൻ. സാധാരണ രീതിയിൽ പുസ്തകം കൊടുക്കണം 6 മാസം കഴിഞ്ഞിട്ടാണ്. ഇത് സ്കൂള് അടച്ചപ്പോൾ തന്നെ അടുത്ത ക്ലാസ്സിലെ പുസ്തകം കൊടുത്തു. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. അടുത്തത് ഡിക്ഷണറി. DICTIONARY ഡിക്ഷണറി. DICTIONARY ഡിക്ഷണറി. അടുത്ത ഓംലെറ്റ്. OMELETTE ഓംലെറ്റ്. ശരിയായോ? ഓംലെറ്റ്. എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി, ഓംലെറ്റ്. OMELETTE ഓംലെറ്റ്. ശരി, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇതെല്ലാം ശരിയായിരിക്കും നിങ്ങൾ പറയുക. ഇതൊക്കെ അൺനെസസറി ആണെന്ന് പറയുക തന്നെ വേണം, അല്ലേ? പറയണോ വേണ്ടേ? അടുത്തതിലേക്ക് വരാം. അടുത്ത സിബ്ലിങ്സ്. SIBILINGS സിബ്ലിങ്സ്, സഹോദരങ്ങൾ. സിബ്ലിങ്സ്. ഓഫ്സ്പ്രിങ്. OFFSPRING സന്താനങ്ങൾ ആണ് ഓഫ്സ്പ്രിങ്സ്. അടുത്തത് അക്കോമഡേഷൻ. ACCOMMODATION. ഞാൻ എഴുതിപ്പോണ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അക്കോമഡേഷൻ. ACCOMMODATION അക്കോമഡേഷൻ. ശരിയായോ? അക്കോമഡേഷൻ. അക്കോമഡേഷൻ ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അക്കോമഡേഷൻ. അടുത്ത ഇതിലേക്ക് വരാം. പ്ലാനറ്റ്. ഇത് നല്ലൊരു സെൻറ്റൻസാണ്, വാക്യമാണ്. പ്ലാനറ്റ്. PLANET പ്ലാനറ്റ്. അടുത്ത കൺവീനർ. CONVENER കൺവീനർ. ഗവർണർ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് 2 O ഉള്ളതാണ്. GOVERNOR ഗവർണർ. അടുത്തത് ഗറില്ല. GUERRILLA ഗറില്ല. GUERRILLA ഗറില്ല. പ്ലാനറ്റ്, കൺവീനർ, ഗറില്ല. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞുകൂടെങ്കിലും ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുക. അടുത്ത അപ്പാർട്ട്മെൻറ്റ്. APARTMENT അപ്പാർട്ട്മെൻറ്റ്. ഞാൻ വിട്ടണം. അപ്പാർട്ട്മെൻറ്റ്. അപ്പോളോ. APOLLO അപ്പോളോ. APOLLO അപ്പോളോ. ശരിയായോ? അപ്പോളോ. അടുത്ത മംഗൂസ്. MONGOOSE മംഗൂസ്. കീരി. മംഗൂസ്. അടുത്തത് പ്രിംറോസ്. ഇത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ ഡിക്ഷണറി നോക്കിയാണ് ഈ വാക്കിൻ്റെ സ്പെല്ലിംഗ് കണ്ടുപിടിച്ചത്. പ്രിംറോസ്. PRIMROS 2 SS എഴുതി കളഞ്ഞു. പ്രിംറോസ്. 1 എസ്സേ ഉള്ളൂ. ഒരിനം ചെടിയാണ്. ഈ പ്രിംറോസ് പരീക്ഷ 2 S കിടന്നു. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ ആയി പോയത്. പ്രിംറോസ് ഒക്കെ ശരിയായോ? അടുത്തത് ഹോമിയോപ്പതി. അതിനാദ്യം ഹോം എന്ന് എഴുതുക. ഹോം ഓ പതി. PATHY. ഹോം ഓ പതി. ഹോമിയോപ്പതി. HOMEOPATHY പഠിക്കാനുള്ള എളുപ്പ വഴി ഹോം ഓ പതി. ചിരിക്കണം. MISCHIEVOUS മിസ്സീവിയസ് കുസൃതിയുള്ള. MISCHIEVOUS മിസ്സീവിയസ്. അടുത്ത് പ്രിസിഷൻ, കൃത്യത. PRECISION പ്രിസൈസ്, പ്രിസിഷൻ. PRECISION പ്രിസിഷൻ. അടുത്തത് റെസ്പോൺസിബിൾ. ആദ്യം വിചാരിക്കുക. റെസ്പോൺസിബിൾ. ഇനി IR. അപ്പോൾ IRRESPONSIBLE ഇറസ്പോൺസിബിൾ. റെസ്പോൺസിബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇറസ്പോൺസിബിൾ. നഴ്സറി. NURSERY നഴ്സറി. NURSERY നഴ്സറി. ഇതുപോലെയാണ് സെഞ്ചുറി. CENTURY സെഞ്ചുറി. ജമ്പ്. JUMP ആണ് ജമ്പ്. JUMP ജമ്പ്. ഓർമ്മയുണ്ടോ? ഇത്രയും വാക്കുകളിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് എത്ര വാക്ക് ശരിയായെന്ന് പറയുക. ഇനി ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. ഞാനിത് പറയുകയാണ്. ഇത് ഞാനിപ്പോൾ ഈ പറയാൻ പോണ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഇതൊരു വെർബൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഗുഡിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഗുഡ് അറ്റ്, ക്ലവററ്റ്. ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. ഷീ ഈസ് ക്ലവർ അറ്റ് സോൾവിങ് ദ പ്രോബ്ലം. പേന കൊണ്ട് എഴുതുക വിത്ത് പെൻ, പെൻസിൽ കൊണ്ട് എഴുതുക വിത്ത് പെൻസിൽ, മഷി കൊണ്ട് എഴുതുക ഇൻ ഇങ്ക്. കേട്ടോണ്ടിരിക്കും. അടുത്തത് ടു ഹോസ്പിറ്റൽ, ടു ദ ഹോസ്പിറ്റൽ തമ്മിലുള്ള വ്യത്യാസം. ടു ഹോസ്പിറ്റൽ വിത്ത് എ പർപ്പസ്,
ഗോ ടു ഹോസ്പിറ്റൽ, ഡോക്ടർ, രോഗികളൊക്കെ, നേഴ്സ്, സ്റ്റാഫ്, ടു ഹോസ്പിറ്റൽ, ഗോ ടു ഹോസ്പിറ്റൽ. അതേസമയം രോഗിയെ കാണാൻ പോവുകയാണ്, വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ടു ദ ഹോസ്പിറ്റൽ. ടു പ്രിസൺ, ജയിൽ പുള്ളിയായിട്ട് പോവുക, ടു ദ പ്രിസൺ, അവിടെ വിസിറ്റ് ചെയ്യുക. ഇംഗ്ലീഷ്, ദ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ ഇംഗ്ലീഷ് പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ദ ഇംഗ്ലീഷ് ആർ, ഫ്രഞ്ച് ഭാഷ, ദ ഫ്രഞ്ച് പീപ്പിൾ ഓഫ് ഫ്രാൻസ്. ദ ഫ്രഞ്ച് ആർ. ദ പുവർ, പാവങ്ങൾ മൊത്തത്തിൽ, ദ പുവർ ആർ. ദ റിച്ച് ആർ, ദ റിച്ച് ആർ. അതേസമയം ഹി ഈസ് എ പുവർ മാൻ. ദ റിച്ച് ആർ, ദ പുവർ ആർ. ആറേ അതിനകത്ത് ചേർക്കുള്ളൂ. മനസ്സിലായോ? സ്കേഴ്സ്ലി ഹാർഡിലി വന്നാൽ ആ വാക്യത്തിൽ വെൻ വന്നിരിക്കണം. സ്കേഴ്സ്ലി ഹാർഡിലി ഫോളോസ് വെൻ. ലെസ്റ്റ് വന്നാൽ ഷുഡ് വന്നിരിക്കണം. ഇതെന്തോന്നാണ് പറയണമെന്ന് കുട്ടികൾ അതിശയിക്കുകയായിരിക്കും. എനിക്ക് വട്ടാണെന്ന് വിചാരിക്കാം. നോ സൂണർ വന്നാൽ ദാൻ വന്നിരിക്കണം. ഇറ്റ് ഈസ് ഹൈ ടൈം വന്നാൽ പാസ്റ്റ് സിമ്പിളെ ചേർക്കാം. ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റാർട്ടഡ് യുവർ ജേണി. ഇറ്റ് ഈസ് ഹൈ ടൈം, സമയം അതിക്രമിച്ചിരിക്കുന്നു. യു ഗോട്ട് മാരീഡ്, കല്യാണം കഴിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഗോട്ട്. ഗോട്ട് എവിടെ നിന്ന് കിട്ടി? ഗെറ്റ്, ഗോട്ട് രണ്ടാമത്തെ വരി, ഗോട്ട് പാസ്റ്റ് സിമ്പിൾ. വുഡ് യു മൈൻഡ് വന്നാൽ വെർബിൻ്റെ കൂടെ ing വരും. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ, വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ. ഹാർഡ് ബെറ്ററിന് ശേഷം ടു ചേർക്കില്ല. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ, തെറ്റ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. വൺ ഷുഡ് ഒബേ ഡാഷ് പേരൻസ്. വൺ ഷുഡ് ഒബേ വൺസ് പേരൻസ്. ONE', വൺസ് പേരൻസ്. സംസാരിക്കുക, ഗേവ് എ ടോക്ക്. ഹി ഗേവ് എ ടോക്ക് ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സ്. ഹി പെയ്ഡ് എ വിസിറ്റ്. അപ്പം ഗേവ് എ ടോക്ക്, പെയ്ഡ് എ വിസിറ്റ്. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയണ്ടേ? ഐ ഹാഡ് എ ഡ്രീം യെസ്റ്റർഡേ. ഐ ഹാഡ് എ ഡ്രീം. ഐ സായല്ല. അടുത്ത് ഹി എൻജോയ്സ് റീഡിങ്. ഹി എൻജോയ്സ്. അത് കഴിഞ്ഞിട്ട് INC വന്നു. ഹി എൻജോയ്സ് റീഡിങ്. സീയിങ് ഈസ് ബിലീവിങ്. കഴിഞ്ഞ ദിവസമേ LP UP ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സീയിങ് ഈസ് ബിലീവിങ്. അടുത്തത് ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ING. ഹി ഹാഡ് ദ ഹാബിറ്റ് ഓഫ് പ്ലേയിങ് ക്രിക്കറ്റ്. വിത്ത് എ വി ടു ING, വിത്ത് എ വി ടു ഗെറ്റിംഗ്. വിത്ത് എ വി ടു ഗെറ്റിംഗ്. 10 കിലോമീറ്റേഴ്സ് ഈസ്. 10 കിലോമീറ്റേഴ്സ് ഈസ്. ഓർമ്മയുണ്ടാകുന്നോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ സംസാരിച്ചത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ ഹേ സാർ നിർത്തിയിട്ട് പോകൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്കൊരു ഇതില്ല. എന്നാലും ഞാൻ എടുക്കും. ആരോ ഒരാൾ, എൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാൾ, എൻ്റെ വർഗം അറിയാമല്ലോ, ആ വർഗത്തിൽപ്പെട്ട ഒരാൾ ഇത് കാണുന്നുണ്ടാകും. അതുകൊണ്ട് ഇത് എടുക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും എല്ലാ ആശംസകളും. പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ അധ്യാപകനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കും. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് ഈ ക്ലാസ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് വിഷുവിൻ്റെ അന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. വിഷു കൈനീട്ടം എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ക്ലാസ് എല്ലാവരും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.